കരിമ്പയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരോട് ഗൗരവത്തോടെ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ എത്രയോ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോ വിലപിടിപ്പുള്ള അച്ചാറ് മുതൽ ഭർത്താവിന് വർഷങ്ങളോളം കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങൾ വരെ, തലയിലും ശരീരത്തിലും പുരട്ടാനുള്ള എണ്ണയും കുഴമ്പും മരുന്നും വരെ നാം പാക്ക് ചെയ്ത് കൊടുത്തയക്കലുണ്ട്. ഏർവാടിയിലേക്ക് അജ്മീറിലേക്ക് യാത്ര പോകുമ്പോ ആ യാത്രക്ക് ആവശ്യമായ എത്രയോ സൗകര്യങ്ങളാണ് നമ്മുടെ പാക്കിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എവിടേക്ക് പോയാലും ആ യാത്രയുടെ സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടുന്ന മുസ്ലിമേ, എവിടെ പോയാലും ആ യാത്രക്കുള്ള സൗകര്യങ്ങൾ എപ്പോഴും കറക്റ്റ് ചെയ്ത് വെക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, എന്നാൽ ഒരിക്കലും മടങ്ങി വരാത്ത ഏറ്റവും വലിയ ഒരു യാത്രയാണ് കരിമ്പയിലെ വീട്ടിന്റെ അകത്ത് നിന്ന് ഖബറിലേക്ക്, അവിടുന്ന് മഹ്ശറിലേക്കുള്ള യാത്ര. ആ യാത്രക്ക് വേണ്ടി നിന്റെ വീട്ടിന്റെ അകത്ത് നീ എന്നാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു കാര്യം നാം അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നാം അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? മഹാനായ അഹമ്മദ് സവായി റഹിമഹുല്ല പറയുകയാണ്, അദ്ദേഹം ആ പരലോക യാത്രക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് എല്ലാ ദിവസവും 40,000 മധുരമൂറുന്ന സ്വലാത്തുകൾ ചൊല്ലും മക്കളെ. അഹമ്മദ് സവായി പറയുകയാണ്, എല്ലാ ദിവസവും 40,000 മനോഹരമായ സ്വലാത്ത്. എത്ര പ്രയാസമുണ്ടാവട്ടെ, എത്ര പ്രതിസന്ധി ഉണ്ടാകട്ടെ, എത്ര സങ്കടമുണ്ടാകട്ടെ, എത്ര പ്രയാസമുണ്ടാകട്ടെ, എന്തെല്ലാം തിരക്കെന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കട്ടെ, ഒരു ദിവസം ഞാനത് ചൊല്ലിത്തീർക്കാതെ ഉറങ്ങുകയില്ല എന്ന് മഹാനായ അഹമ്മദ് സവായി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു ദിവസം 40,000 സ്വലാത്ത് പോയിട്ട് 40 സ്വലാത്ത് ചെല്ലാ സമയമില്ലാത്ത കരിമ്പയിലെ പെങ്ങളെ, ആരാണ് നിന്നെ ഖബറിന്റെ അകത്ത് രക്ഷപ്പെടുത്താൻ വരുന്നത്? ആരാണ് നിന്നെ മഹ്ശറിൽ കരകയറ്റാൻ വരുന്നത്? ആരാണ് സിറാത്ത് പാലത്തിൽ കരിമ്പയിലെ ഫാത്തിമയുടെ, റംലയുടെ, സൈനബയുടെ, സുലൈഖയുടെ കൈപിടിച്ചിട്ട് ആ പാലത്തിൽ നിന്ന് വഴിതെറ്റി ആള് കത്തുന്ന നരകത്തിൽ വിടാതെ നിന്നെ മറുകരയിലെത്തിക്കാൻ ആരാണ് പെങ്ങളെ വരുന്നത്? ആരാണ് പെങ്ങളെ വരുന്നത്? അഹമ്മദ് സവായി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ, നിങ്ങൾ ഒരു ദിവസം 40,000 സ്വലാത്ത് ചൊല്ലാൻ മാത്രം, ആ സ്വലാത്തിനോട് നിങ്ങൾക്ക് എത്രത്തോളം വലിയ പ്രണയമുണ്ടാകാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് അഹമ്മദ് സവായി പറയുകയോ, അസ്വലാത്തു നൂറുൻ അലസ്സിറാത്ത്,